തുടക്കം ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും പരിശീലിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. തുടക്കം ചെയ്യുന്നവർ കാലേരി ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ കാല് ഉയർത്തി കൊണ്ടുവരണമെന്നില്ല. തുടക്കക്കാർക്ക് എപ്പോഴും ഇടുപ്പിൻ്റെ ഈ നമ്മുടെ ഇടുപ്പിലുണ്ടല്ലോ, ഇടുപ്പിനോടൊപ്പം മതി കാലിങ്ങനെ ഉയർത്തി പോവാൻ. കണ്ടില്ലേ? ഇങ്ങനെ കാല് ഉയർത്തി കൊണ്ടുവരണം. ഒരിക്കലും കൂടെ കാണിച്ചു തരാം. നോക്കാം. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, കാല് ഇത്രയും മതി. കണ്ടില്ലേ? കാല് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. ഈ കാല് അങ്ങനെ ഉയർത്തി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഇങ്ങനെ കാല് ഉയർത്തി കൊണ്ടുവരണം. അങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ കാല് ഉയർത്തുന്നതിൽ തന്നെ വേഗതയിലൊന്ന് നോക്കാം. കാലിങ്ങനെ ഉയർത്തി കൊണ്ടുവെക്കണം. ഇങ്ങനെ കാല് ഉയർത്തി കൊണ്ടുവരണം. ഈ കാല് ഉയർത്തി വെക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏത് അഭ്യാസ മുറയിലും ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ വരുന്നത്. കളരി അഭ്യാസത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കളരിയുടെ ഉള്ളിൽ 300ഓളം സെൽഫ് ഡിഫൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നുണുക്ക് വിദ്യകൾ, പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാൻ പറ്റാത്ത നുണുക്ക് വിദ്യകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ശരീരത്തെ നിശ്ചലമാക്കാൻ പറ്റുന്ന ഒരുപാട് പോയിന്റുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് കളരി അഭ്യാസം. അതാണ് ഒരു ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് മനുഷ്യനെയും ഏത് വിധത്തിലും ആക്കാൻ കഴിയുന്ന, അതിനെ നേരെയാക്കാനും അതിനെ മോശത്തിലേക്ക് കൊണ്ടുപോകാനും നല്ല രീതിയിൽ കൊണ്ടുവരാനും കളരി അഭ്യാസത്തെ കൊണ്ട് കഴിയുന്നുള്ളതാണ്. ഒരു ചെറിയ രീതിയിൽ ഒരു ബോക്സ് ഇല്ലേ, ഒരു ബോക്സ് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അടച്ചു കഴിഞ്ഞാൽ അതേപോലെയാണ് മനുഷ്യ ശരീരവും. നമ്മുടെ ഈ മുഖം ഉണ്ടല്ലോ, ഈ മുഖത്തിനെയൊക്കെ ഈ ഫേസൊക്കെ ഒന്ന് ഇതെങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ജോയിന്റുകളും വിട്ടിട്ട് വേറെ രീതിയിൽ നിൽക്കും. അത് വേറെ ഒരു അഭ്യാസിക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അത് കളരി അഭ്യാസങ്ങളിൽ മാത്രമാണ് തികവുള്ളത്. അങ്ങനെ ഒരുപാട് ശരീരത്തെയും എല്ലാ രീതിയിലും എല്ലാ പാർട്സുകളെയും അതിനെ നമുക്ക് അലൈൻമെന്റ് ഒക്കെ വേറെ ലെവലിലാക്കി വെക്കാൻ പറ്റും. അതേപോലെ അതിനെ കൂട്ടാനും പറ്റും. അതാണ് കളരി അഭ്യാസം. അതാണ് ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കളരിയെ തികവുള്ളതായി മാറ്റുന്നത്. മനസ്സിലായില്ലേ? കളരിയിൽ ഞാൻ പറയാൻ വരുന്ന ഒരു വിഷയം, കാലിങ്ങനെ വെച്ചുകൊണ്ട് അടുത്ത വ്യക്തി നിൽക്കുകയാണെങ്കിൽ ഇപ്പം മറ്റുള്ളവരിലേക്ക് കാലിങ്ങനെ ഉയർത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ കളരി അഭ്യാസത്തിൽ പ്രത്യേകത, അടുത്ത് ആൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവൻ്റെ കയ്യിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ആയുധം ഉണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് പെട്ടെന്ന് വിടിപ്പിക്കണം. അപ്പോൾ ഈ കാലുകൊണ്ട് ഇതിനടിച്ച് തെറിപ്പിക്കാൻ പറ്റും വേഗതയിൽ. ഇതാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന കത്തി എന്നിരിക്കട്ടെ, കണ്ടില്ലേ? ഇത്രയും വേഗതയിൽ പെട്ടെന്ന് എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും കാല് ഉയർത്തി കൊണ്ടുവന്നിട്ട് അതിനെ അടിച്ചു തെറിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് കളരി അഭ്യാസത്തിന്റെ പ്രത്യേകത. അതാണ് കളരി അഭ്യാസം എന്നുള്ളത്. നിങ്ങളുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നേച്ചറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു മക്കളെ തല്ലുവാനോ അടിക്കുവാനോ ഒന്നുമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. കളരി എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള കുട്ടികളായി തീരണം. മനസ്സിലായില്ലേ? വഴക്കും വക്കാണത്തിന് പോകുന്ന കുട്ടികളാകരുത്. നല്ല കുട്ടികളായി നല്ല രീതിയിലുള്ള അഭ്യാസമുറ. കളരി പഴയ കാലത്ത് പഠിപ്പിക്കുന്ന ഗുരുകുലങ്ങളിൽ പഠിപ്പിക്കുന്നത് എന്തായിരുന്നു? കുട്ടികൾ നല്ല രീതിയിൽ വരുവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അന്നത്തെ ഗുരുക്കന്മാർ മൺമറിഞ്ഞു പോയെങ്കിലും ഇന്നത്തെ ഗുരുക്കന്മാർ എന്താണ് പഠിപ്പിക്കേണ്ടത്? നല്ല രീതിയിൽ കുട്ടികളെ വരാൻ വേണ്ടിയിട്ടും നല്ല മാതൃകപരമായി ജീവിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കണം കളരി അഭ്യസിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത്. അതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. ഞാനിവിടെ പഠിപ്പിക്കുന്നത് കുട്ടികളെ നല്ല രീതിയിൽ വരുവാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ മാതൃകപരമായി നല്ല രീതിയിൽ നല്ല കാഴ്ചപ്പാടിലേക്ക് മാറണം. കുട്ടികൾ ഒരിക്കലും മോശമായ രീതിയിൽ പോകരുത് എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ വരുവാനാണ് പഠിപ്പിക്കുന്നത്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.